പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അഥവാ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഔദത്തുൻ ഇലൽ ഹയാത്തിലേക്കുള്ള മടക്കം, ജീവിതത്തിലേക്കുള്ള മടക്കം എന്നൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഒരു മാളിയായ ഫിയലിനെ, ഒരു സെൻറ്റൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിലെ മാളിയായ ഫിയലിനെ മുളാരിയാക്കി മാറ്റുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഉക്തുബിൽ ഹിക്കായത്ത സാബിഖത ബിത്തബ്ദീലി അഫ്ആലിൽ മാലിയ ഇലൽ മുളാരി. ഉക്തുബ് നിങ്ങൾ എഴുതുക, അൽ ഹിക്കായത്ത് സാബിഖ തന്നിട്ടുള്ള ആ ഒരു കഥയെ അല്ലെങ്കിൽ ആ ഒരു ഖണ്ഡികയെ നിങ്ങൾ എഴുതുക. ബിത്തബ്ദീലി മാറ്റിക്കൊണ്ട് അൽ അഫ്ആലിൽ മാലിയായ ഫേലുകളെ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഇലൽ മുളാരിയിലേക്ക് ചേഞ്ച് വരുത്തുക. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസിൽ വായിച്ചിട്ട് അതിലുള്ള മാലിയായ ഫേലുകളെയൊക്കെ മുളാരിയിലേക്ക് മാറ്റിയിട്ട് എഴുതണം. ഇവിടെ നോക്കാം. കാനൽ ബൈത്തു മലീഅൻ ബിൽ ഔസാഖി. ഇത് നമ്മൾ പാഠഭാഗത്തിൽ പുസ്തകത്തിലുള്ള ഒരു പാരഗ്രാഫാണ്. നമുക്ക് അങ്ങനെ ചേഞ്ച് വരുത്തി എഴുതിയതുമാണ്. അത് നോക്കാം. കാനൽ ബൈത്തു മലീഅൻ ബിൽ ഔസാഖി. ചളികളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു വീട്. നല്ലഫൽ വാലിദു. ഉപ്പ വൃത്തിയാക്കിയ അൽ ഉറഫ റൂമുകൾ. സാദു അഹമ്മദ് അവരെ സഹായിച്ചു. വഗസല അവർ രണ്ടുപേരും കഴുകി. അൽ ജുദ്റാന റൂമിൻ്റെ ചുമരുകൾ അവരെ കഴുകി. നഷഫത്തിൽ ഉമ്മ തുടച്ചു. വൽ ബനാത്തു കുട്ടികളും. അൽ മാ വെള്ളം. മിനൽ ഉറഫി റൂമിൽ നിന്ന്. വനല്ലഫ്ന ആ സ്ത്രീകൾ, ആ ഉമ്മയും കുട്ടികളും അവർ വൃത്തിയാക്കി. അൽ മത്ബഖ കിച്ചൻ. ആയിഷത്തു ഫാത്തിമത്തു ഫാത്തിമയും ആയിഷയും റത്തബത്ത അവർ രണ്ട് പേരും ഓർഡർ ചെയ്തു. അലസാസ വീട്ടുപകരണങ്ങൾ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മുളാരിയിലേക്ക് മാറ്റി എഴുതണം. എങ്ങനെ നമ്മൾ മുളാരിയിലേക്ക് മാറ്റി എഴുതാം? ഇതിൻ്റെ അടുത്ത പേജിൽ തന്നെ അതിൻ്റെ ഉത്തരം കാണിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. കാനൽ ബൈത്തു വീടായിരുന്നു. മലീഅൻ ബിൽ ഔസാഖി ചളികൾ നിറഞ്ഞതായിരുന്നു. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ദെൻ അടുത്തത് നല്ലഫ എന്നതിനെ നമ്മൾ മാറ്റി യുനല്ലിഫുൽ വാലിദു ഉപ്പ വൃത്തിയാക്കുന്നു എന്നാക്കി, യുനല്ലിഫു എന്നാക്കി. അവിടെ നിന്നിട്ട് പിന്നെ അടുത്തത് സാഅദ എന്നുള്ള സാഅദഹു എന്നതാണ്. അതിനെ മാറ്റി നമ്മൾ എന്താക്കി? വയുസാഇദുഹു എന്നാക്കി. വയുസാഇദുഹു അഹമ്മദ് അവരെ സഹായിക്കുന്നു. പിന്നെ വസല എന്നായിരുന്നു. അതിന് നമ്മൾ മാറ്റി എന്താക്കി? വയഗസിലാനി എന്നാക്കി. ഓക്കെ. അൽ ജുദ്റാന. അടുത്ത് നഷഫത്തിൽ ഉമ്മു എന്നാണ്. ഉമ്മ വൃത്തിയാക്കി. അവിടെ നഷഫ ഉമ്മയാണ്, പെണ്ണാണ്. അപ്പം യൻഷിഫു എന്നാണ് അതിൻ്റെ മുളാരി വരിക. അതിനെ നമ്മൾ പെണ്ണായതുകൊണ്ട് തെൻഷിഫുൽ ഉമ്മയും അൽ ബനാത്തു അൽ മാ മിനൽ ഉറഫി. അവിടെ ഇനി നല്ലഫ്ന അവർ വൃത്തിയാക്കി എന്നാണ്. അപ്പം ഇനി ആ സ്ത്രീകൾ വൃത്തിയാക്കുന്നു എന്നാക്കണം അല്ലേ? അപ്പോൾ യുനല്ലിഫ്ന അവർ വൃത്തിയാക്കുന്നു. അൽ മത്ബഖ. ആയിഷ വ ഫാത്തിമ ആയിഷയും ഫാത്തിമയും. റത്തബത്ത എന്നായിരുന്നു അവിടെ മാലിയിൽ ഫീൽ ഉണ്ടായിരുന്നു. അതിനെന്തൊക്കെ? തുറത്തിബാനി. അപ്പം യുറത്തിബു എന്നാണ് അതിൻ്റെ മുളാരി. യുറത്തിബാനി യുറത്തിബൂന. തുറത്തിബാനി അല്ലേ? തുറത്തിബാനി ആ രണ്ട് പെണ്ണുങ്ങളാണ്. അപ്പോൾ തുറത്തിബാനിൽ അസാസ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മാലിയായ ഫീലുകളെ മുളാരിയിലേക്ക് മാറ്റി എഴുതാൻ വരാറുണ്ട്. അതേപോലെ താഴെ ഒരു സെൻറ്റൻസ് കൂടെ തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. നസലൽ മത്തറു. അവിടെ ചോദ്യത്തിലേക്ക് നോക്കാം. നസലൽ മത്തറു ഷദീദൻ. മഴ ശക്തമായി പെയ്യുന്നു. ഇർത്തഫൽ മാഉ വെള്ളം ഉയർന്നു. അന്നഹറ മാ ഉന്നഹരി. ഇർത്തഫ മാ ഉന്നഹരി പുഴയിലെ വെള്ളം ഉയർന്നു. ദഖലത്തിൽ മിയാഹു വെള്ളം കയറി. ഇലാ ദാഖിലിൽ ബൈത്തി വീടിൻ്റെ ഉള്ളിലേക്ക്. അൽ അബു അൽ ഉമ്മു ഉമ്മയും ഉപ്പയും. ഇസ്തേഖള അവർ രണ്ട് പേരും ഉണർന്നു. മിനന്നോമി ഉറക്കിൽ നിന്ന്. ഫതഹൽ അബു ഉപ്പ തുറന്നു. അൽ ബാബ വാതിൽ. വഹാദിഹി അത്. അൽ ഉസ്റത്തു വഹാദിഹിൽ ഉസ്റത്തു ആ കുടുംബം. ഖറജു അവർ പുറപ്പെട്ടു. മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്. ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് മുളാരിയാക്കി എഴുതാം? നോക്കിക്കോളൂ. നസല എന്നൊരു ഫിയല് അല്ലേ? നസലൽ മത്തറു മഴ എന്ത് ചെയ്തു? പെയ്തു എന്നാണ്. അവിടെ നമുക്ക് യൻസിലുൽ മത്തു നസലയെ എന്തൊക്കെ നമുക്ക് മുളാരിയാക്കാം? യൻസിലു പെയ്യുന്നു. നസല യൻസിലു. അൽ മത്രു ഷദീദൻ. ഇർത്തഫ എന്നതിൻ്റെ മുളാരി എന്താ? ഇർത്തഫ്യു. അപ്പോൾ ഇർത്തഫ എന്നുള്ളത് ഇർത്തഫ്യു
മാ ഉന്നഹരി എന്നാക്കാം. ദഹലത്തിൽ മിയാഹു വെള്ളം കയറി. ദഹല ഒരു മാളിയായ ഫീലാണ്. അവിടെ പെണ്ണായ മിയാഹ് എന്നുള്ളതിൽ അവിടെ നമ്മൾ മുഅന്നസായിട്ടാണ് ഉപയോഗിച്ചത്. അവിടെ എന്ത് ചെയ്തു? അപ്പം ദഹലത്തിൽ മിയാഹു ദഹലത്ത് എന്നുള്ള പെണ്ണിന് വേണ്ടി ഉപയോഗിച്ചതാവുമ്പോൾ എന്ത് ചെയ്യും? തദുഹുലു. ഈ ദഹലയുടെ മുലാരി യദുഹുലു എന്നാണ്. അവിടെ പെണ്ണായിട്ടാണ് ഉപയോഗിച്ചത് എന്നുള്ളതുകൊണ്ട് അവിടെ തദുഹുലുൽ മിയാഹു ഇലാ ദാഖിലിൽ ബൈത്തി. അൽ അബു അൽ ഉമ്മു ഇസ്തൈഖല അവർ രണ്ട് പേരും ഉണർന്നു എന്നാണ് അല്ലേ. അപ്പോൾ യസ്തൈഖിലാനി എന്ന് വേണം. ഇസ്തൈഖല എന്നുള്ളത് ഇസ്തൈഖിലാനി അല്ലേ, അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് യസ്തൈഖിലാനി എന്നാണ് വേണ്ടത്. അപ്പോൾ യസ്തൈഖിലു എന്നതിൻ്റെ ഇസ്തൈഖലയുടെ മുലാരി യസ്തൈഖിലു, അതിൻ്റെ മുസന്നയാണ്, നമ്മൾ രണ്ടാളുള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യസ്തൈഖിലാനി മിനന്നോമി അവർ രണ്ടുപേരും ഉറക്കിൽ നിന്ന് ഉണർന്നു. ഫതഹൽ അബു ഉപ്പ തുറന്നു എന്നാണ്. ഉപ്പ തുറക്കുന്നു എന്നാക്കണം. അതെന്താക്കണം? യഫ്തഹുൽ അബു ഉപ്പ തുറക്കുന്നു. അൽ ബാബ വാതിൽ. വഹാദിഹിൽ ഉസ്രത്തു ഈ കുടുംബം. ഖറജു എന്നുള്ളത് എന്താക്കണം? ഖറജു. അപ്പോൾ അതിൻ്റെ മുലാരി എന്താ എടുക്കുക? യഖ്റുജു ആണ്. അപ്പോൾ യഖ്റുജാനി യഖ്റുജൂന എന്നാക്കണം അല്ലേ. അപ്പോൾ യഖ്റുജൂന മിനൽ ബൈത്തി. അതിൻ്റെ ഉത്തരം അടുത്ത പേജിൽ ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. യൻസിലു മത്റു ഷദീദൻ യർത്തഫിഉൽ മാഉ നഹരി തദ്ഖുലുൽ മിയാഹു ഇലൽ ദാഖിലിൽ ബൈത്തി. അൽ അബു വൽ ഉമ്മു യസ്തൈഖിലാനി മിനൻ നൗമി യഫ്തഹുൽ അബു അൽ ബാബ വഹാദിഹിൽ ഉസ്റത്തു യഖ്റുജൂന മിനൽ ബൈത്തി. ഓക്കെ. അതേപോലെ മറ്റൊരു ചോദ്യം ഇവിടെ ഉള്ളത്, ഇഖ്റഅൽ ഹിക്കായത ഈ പാരഗ്രാഫ് വായിക്കാം. വഹവ്വിൽ അൽ ഫിഅൽ മുലാരി ഇലൽ മാലി ഇതിൽ തന്നിട്ടുള്ള മുലാരിയായ ഫീലുകളെ മാലിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ചെയ്തത് മാലിയായ ഫിഅലുകളെ മുലാരിയിലേക്ക് മാറ്റലായിരുന്നു. ഇവിടെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് മുലാരിയായ ഫീലുകളെ മാലിയിലേക്ക് തിരിച്ചു മാറ്റുകയാണ്. ഓക്കെ. ഇവിടെ നമുക്ക് വായിച്ചു നോക്കാം. യറുക്കുൽ ബൈത്തു ബിൽ മായി വീട് വെള്ളത്തിൽ എന്ത് ചെയ്യാണ്? മുങ്ങുകയാണ്. തത്റുക്കു സൈനബ് ഇപ്പം എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. ബൈത്തഹ തത്റുക്കു സൈനബ് ഉപേക്ഷിക്കുന്നു. ബൈത്തഹ അവളുടെ വീടിനെ. മഅ സൗജി വൽ ഇബ്നി തൻ്റെ ഭർത്താവിൻ്റെയും അതുപോലെ കുട്ടിയുടെയും കൂടെ. അങ്ങനെ അവർ ഉപേക്ഷിച്ച് പോകുന്നു എന്നാണ് കേട്ടോ. വയസിലൂന അവർ എത്തുന്നു. ഇലാ ബൈത്തിൽ അഖാരിബി അവരുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക്. വബഅദ യൗമൈനി 2 ദിവസത്തിന് ശേഷം സൈനബു വസൗജുഹ സൈനബും അവരുടെ ഭർത്താവും യർജിആനി അവർ രണ്ടുപേരും മടങ്ങുന്നു. ഇലൽ ബൈത്തി വീട്ടിലേക്ക്. തുനല്ലിഫു വൃത്തിയാക്കുന്നു. സൈനബ് വൃത്തിയാക്കുന്നു. ദാഖിലൽ ബൈത്തി വീടിൻ്റെ ഉൾഭാഗം. വയുസായിദു സഹായിക്കുന്നു. സൗജുഹ അവളുടെ ഭർത്താവ് സഹായിക്കുന്നു അല്ലേ. ഇതാണ് ഈ ഒരു ഗണ്ണിക, ഈ ഒരു പാരഗ്രാഫ്. ഇതിന് നമ്മൾ എന്ത് രീതിയിലുള്ള മുലാരിയായ ഫിയലുകളെ മാലിയിലേക്ക് മാറ്റണം. ഓക്കെ. അപ്പോൾ യഗ്റുക്കു എന്നതന്നെ നമുക്ക് ശരിക്കും നോക്കാം. യഗ്റുക്കു അവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റി തുടങ്ങണം. ഒറക്കൽ ബൈത്തു ഒറക്ക അല്ലേ, ഒരിക്ക എന്നൊക്കെ അല്ലേ. ഒരിക്കൽ ബൈത്തു വീട് എന്ത് ചെയ്യും? മുങ്ങി. ബിൽ മായി വെള്ളക്കൊണ്ട്. അവിടെ തത്റുക്കു എന്ന ഫിയലിനെ മാറ്റി നമ്മൾ എന്താക്കി? തറക്കയാണ് അതിൻ്റെ മുലാരി മാലിയായ ഫിയല് തറക്കയാണ്. അപ്പോൾ തറക്ക സൈനബ് ഉപേക്ഷിച്ചു. ബൈത്തഹ അവളുടെ വീട്. മാ സൗജ് വലിബിനെ. പിന്നെ യസിലൂന എന്നായിരുന്നു ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ വസലയാണ് മാലി. വസലു അല്ലേ. യസിലാനി യസിലൂന അല്ലേ. മൂന്നാമത്തെ സീഗയാണ് യസിലൂന എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? വസലയുടെ മൂന്നാമത്തെ സീഗ എന്താ നോക്കുക? വസലു എന്നാണ് അല്ലേ. അപ്പോൾ വസലു അവർ എത്തി. ഇലൽ ബൈത്തിൽ അഖാരിബി പിന്നെ കുടുംബക്കാരുടെ വീട്ടിലേക്ക്. വബഅദ യൗമൈനി 2 ദിവസത്തിന് ശേഷം സൈനബു വസൗജഹ സൈനബും അവരുടെ പിന്നെ ഭർത്താവും യർജിആനി എന്നാണ് മടങ്ങുന്നു എന്നാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ യർജിആനി എന്നതിൻ്റെ രണ്ടാമത്തെ മാലി യർജിആനി എന്നതിൻ്റെ മാലി എന്താ? റജ എന്നാണ് അല്ലേ. രണ്ടാളാണ്. അപ്പോൾ റജ അവർ 2 പേരും മടങ്ങി. ഇലൽ ബൈത്തി വീട്ടിലേക്ക്.
തുനല്ലിഫു വൃത്തിയാക്കും, സൈനബ് വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ നല്ലഫ വൃത്തിയാക്കി അല്ലേ, അതിൻ്റെ മാലി നല്ലഫ എന്നാണ്. നല്ലഫ നല്ലഫ നല്ലഫു നല്ലഫത്ത് അല്ലേ, നല്ലഫത്ത് പെണ്ണാണ്. അപ്പം നല്ലഫത്ത് സൈനബ് വൃത്തിയാക്കി ദാഖിലൽ ബൈത്തി വീടിൻ്റെ ഉൾഭാഗം. വയുസായിദു സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ സഹായിച്ചു എന്നതിന് എന്താ പറയാം, സാഅദ, അതിൻ്റെ മാലി സാഅദ. അപ്പോൾ സാഅദ പിന്നെ സൗജുഹ, സാഅദ സാഅദ സൗജുഹ, തൻ്റെ ഭർത്താവ് സഹായിക്കുകയും ചെയ്തു. ഇതിങ്ങനെയാണ് നമ്മളതിനെ മുളാരിയായ ഫിയലിനെ മാലിയാക്കുന്ന ഒരു ചോദ്യവും നമുക്കെന്ത് ചെയ്യാം, ഈ പാഠഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യൻ വരാനുള്ളത് നമ്മുടെ ഗ്രാമർ പാഠ സർഫാക്കൽ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ സർഫാക്കി, 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ആയിട്ട് നമ്മൾ സർഫാക്കി പഠിക്കുന്നുണ്ട്. ആ മാലിയായ ഫിയലിൻ്റെ പിന്നെ സർഫാക്കി പഠിക്കുന്ന ആ ഒരു ടേബിള് നമുക്ക് പൂർത്തിയാക്കാൻ വരാറുണ്ട്. അവിടെ നമുക്ക് നോക്കാം. ദഹബയാണ് നമുക്ക് സർഫാക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ദഹബ സർഫൊക്കെ നോക്കാം. ദഹബ, അവിടെ ഉത്തരം ഇപ്പുറത്തെ കള്ളിയിൽ നമുക്ക് ഉത്തരം തരുന്നുണ്ട്. അവിടെ ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബിന, ദഹബത്ത, ദഹബത്തുമ, ദഹബത്തുലെ. നമുക്കറിയാം, അതിൻ്റെ ഫുള്ളായിട്ട് നമുക്കറിയാം. ഇവിടെ നമുക്ക് ആകെ 6 സീഗ മാത്രമേ നമുക്ക് പൂർത്തിയാക്കാവുള്ളൂ. ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബിന. ഇനി അതുപോലെ ഫതഹയാണ് മറ്റൊന്ന് തന്നിട്ടുള്ളത്. ഫതഹ, ഫതഹ, ഫതഹു, ഫതഹത്ത്, ഫതഹത്ത, ഫതഹന. അടുത്തത് തന്നിട്ടുള്ളത് ദഖലയാണ്. ദഖല, ദഖല, ദഖലു, ദഖലത്ത്, ദഖലത്ത, ദഖൽന. അടുത്തത് അതിൻ്റെ മുളാരിയാണ്. യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബിന. ഓക്കെ, ഇനി അവിടെ യൻസുറൂന എന്നാ തന്നെ. അപ്പം നമുക്കറിയാം നസറയാണ്. അപ്പം നസറ, നസറ, നസറു അല്ലേ. അപ്പം അതിൻ്റെ മുളാരിയാണ് തന്നിട്ട് യൻസുറൂനാവുമ്പോൾ യൻസുറു, യൻസുറാനി, യൻസുറൂന, തൻസുറു, തൻസുറാനി, യൻസുർന അല്ലേ. ഇനി അടുത്തത് എൽ അബാനിയാണ് ഇവിടെ തന്നത്. അപ്പോൾ എൽ അബു ആണ് ഫിയൽ. എൽ അബു, എൽ അബാനി, എൽ അബൂന, തെൽ അബു, തെൽ അബാനി, എൽ അബിന അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്നുള്ള പിന്നെ ഗ്രാമർ പാർട്ടിൽ ഈ ഒരു ഇത് പൂരിപ്പിക്കാൻ വരാറുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ കാലാവസ്ഥ ടേബിള്. നമ്മൾ ആ പാഠഭാഗത്തിൽ നമുക്കുണ്ടായിരുന്നു കാലാവസ്ഥ ടേബിള് പൂർത്തിയാക്കാൻ. അപ്പോൾ ഒക്ടോബർ 4, പിന്നെ അടുത്ത ഒക്ടോബർ 5 ആയിരിക്കും, അടുത്ത ഒക്ടോബർ 6, പിന്നെ 7 അപ്പോൾ ഒക്ടോബർ 5 അല്ലേ. അവിടെ ഏതാണ് വിട്ടുപോയത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ യൗമുൽ അഹദാണ് രണ്ടാമത്തതുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ മേലത്തെ ദിവസം ഏതായിരിക്കും നോക്കാം. യൗമുൽ അഹദ് എന്ന് പറയുമ്പോൾ എന്നാണ് യൗമുൽ അഹദ്? യൗമുൽ അഹദ് ഏതാ? ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ സൺഡേ ആണ് യൗമുൽ അഹദ്. അപ്പോൾ പിന്നെ യൗമുൽ സബ്ത്താണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുക. യൗമുൽ ഇസ്നൈനി രണ്ടാമത്തത്, പിന്നെ അതിൻ്റെ താഴെ പിന്നെ യൗമുൽ സലാത്ത്. അപ്പോൾ ഒന്നാമത്തെ യൗമുൽ സബ്ത്ത്, യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലാത്ത്. പിന്നെ നമുക്ക് കാലാവസ്ഥകൾ നമുക്കറിയാം. ഹാർ ചൂടുള്ളത്, മുംതിർ മഴയുള്ളത്, മുഷമ്മസ് നല്ല വെയിലുള്ളത്, ഗായിം മേഘാവൃതം അല്ലേ, പിന്നെ ആസിഫ് പിന്നെ നല്ല കാറ്റ് വീശുന്നതെന്നൊക്കെ നമ്മൾ ആദ്യം ഒരു പാഠഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മളതവിടെ എന്ത് ചെയ്യാം, അത് പൂർത്തിയാക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യം വരുന്നത് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ കാണിക്കുന്നത്. 7ാമത്തെ ചോദ്യം, ലാഹിലിൽ ജദുവല, ടേബിൾ ശ്രദ്ധിക്കുക. ലാഹിൽ ശ്രദ്ധിക്കുക, അൽ ജദുവല ഈ ഒരു ടേബിൾ. വ അജിബ്, ഇനി ഉത്തരം ചെയ്യുക. അനിൽ അസ്ഇലത്തിൽ താലിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാനാണ്. അപ്പോൾ അവിടെ ഓരോ ദിവസവും ഡേറ്റ് തന്നിട്ടുണ്ട്, ദിവസം തന്നിട്ടുണ്ട്, അതിൻ്റെ കാലാവസ്ഥയും തന്നിട്ടുണ്ട്. അടിയിൽ അതുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾ. അത് ചോദ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടേബിൾ നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം, മാ ഹാലത്തു ജൗവിൻ ഫി യൗമിൽ ഇസ്നൈൻ. മാ ഹാലത്തു അവസ്ഥ എന്താണ്, അൽ ജൗവി അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്, ഫിൽ യൗമിൽ ഇസ്നൈനി പിന്നെ യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ചയുടെ ആ തിങ്കളാഴ്ചയിലെ കാലാവസ്ഥയുടെ അവസ്ഥ എന്താണ്. അപ്പോൾ നമുക്ക് നോക്കാം, തിങ്കളാഴ്ച എവിടെ വരുന്നത് നോക്കി, യൗമുൽ ഇസ്നൈൻ വരുന്നത് എവിടെ, അതിൻ്റെ തൊക്കസ് എന്താണ്, ആ തൊക്കസ് എന്നുള്ള കള്ളിയിൽ എന്താണ് നോക്കുക. അപ്പോൾ അത് മുംതിർ എന്നാണ് അല്ലേ, മുംതിർ. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ മുംതിറുൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത ബാ, ഫി അയ്യി യോമിൻ കാന തൊക്കസു ആസിഫൻ. ഫി അയ്യി യോമിൻ ഏത് ദിവസത്തിലാണ്, കാന തൊക്കസു കാലാവസ്ഥ പിന്നെ ആയത്, ആസിഫൻ നല്ല കാറ്റുള്ളതായത് ഏത് പിന്നെ ദിവസമാണ്, ഏത് ദിവസമാണ്
എന്ത് ചെയ്തത് കാറ്റുള്ള ദിവസമായത്. അപ്പോൾ നമ്മൾ ആസിഫ് എന്നുള്ള കാലാവസ്ഥയിലാണ് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ യോമുൽ അഹദാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, യോമുൽ അഹദ് എന്ന് ഉത്തരം എഴുതുക. ഓക്കെ ആണല്ലോ. അടുത്തത് കൈഫ കാനൽ ജവ്വു, ഈ കാലാവസ്ഥ എങ്ങനെ മാറി ഫി യോമുൽ ജുമുഅത്തി, യോമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസത്തിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ കാലാവസ്ഥ. അപ്പോൾ യോമുൽ ജുമുഅ എവിടെ നോക്ക്, അതിൻ്റെ നേരെയുള്ള തൊക്കസ് ഏതാ നോക്കുക. അപ്പോൾ എന്താണ് അവിടുത്തെ പിന്നത് മുംതിർ എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം മുംതിർ എന്നതാണ് അല്ലേ, മഴയുള്ളതായിരുന്നു. അടുത്ത ഫി അയ്യി താരീഖിൻ, ശ്രദ്ധിക്കണം ഇവിടെയൊക്കെ ഇപ്പോൾ ദിവസവും കാലാവസ്ഥയാണ് ചോദിച്ചത്. ഇവിടെ ഇനി ചോദിക്കാൻ പോകുന്ന നോക്കൂ. ഫി അയ്യി താരീഖിൻ, ഏത് ഡേറ്റിലാണ് കാനൽ ജവ്വു ഖായിമൻ, പിന്നെ അന്തരീക്ഷം നല്ല മേഘാവൃതമായത് ഏത് ഡേറ്റിലാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡേറ്റാണ് എഴുതേണ്ടത്. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഡേറ്റ് നോക്കാം. താരീഖ് എന്ന കള്ളിയിൽ ഖായിം എന്നുള്ള പിന്നെ ഇത് ഏതാ നോക്കുക. ഖായിമിൻ്റെ നേരെയുള്ള ഡേറ്റ് ഏതാ? ഓക്കെ, 26 യൂലിയോ 2025. അപ്പോൾ ഇതാണ് ഉത്തരം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 4 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഞാനിത് നമ്മൾ പാഠഭാഗം പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു തന്നിട്ടുള്ള ഇതിന് നമ്മൾ അടിക്കുറിപ്പുകൾ ഒരു 3-4 അടിക്കുറിപ്പുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഓരോ ചിത്രങ്ങളും നിങ്ങൾ നോക്കുക. ഓക്കെ, ഓരോ ചിത്രം നോക്കുക. ആ ചിത്രങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നിനും അടിക്കുറിപ്പ് എഴുതുക. ഒന്നാമത്തത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ ഒരു കുട്ടി സഹായിക്കുകയാണ് അല്ലേ. ഒന്നാമത്തത് അതല്ല. ഒന്നാമത്തത് നമ്മളെ പാഠഭാഗത്തിലുള്ള ഒരു കുട്ടി, ഒരു നായ, ഒരു പപ്പിയെ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളിതിന് പറഞ്ഞിരുന്നു മല്ലറഹം ലാ യുറഹം അല്ലേ, കരുണയില്ലാത്തവന് കരുണ കാണിക്കപ്പെടുകയില്ല. മറ്റൊന്ന് നമ്മൾ ഈ ഒരു എല്ലാം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു സഹായിക്കലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ നമുക്ക് ഒരൊറ്റ 1-2 അടിക്കുറിപ്പോൾ നമ്മൾ എഴുതി തന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും. 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ പഠിക്കാൻ നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു, കൽബുൻ കബീറുൻ അല്ലേ, വലിയ ഹൃദയം, ഫി ജിസ്മിൻ സഗീരിൻ, ചെറിയ ശരീരത്തിൽ വലിയ ഹൃദയം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ മറ്റൊന്ന് പറഞ്ഞത് ഭൂമിയുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കും അല്ലേ. ഇർഹമു മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ് സമാ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് ഇവിടെ അടുത്ത പേജിൽ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. റഹ്മത്തു ലാ തൻഖതിഉ, റഹ്മത്ത് എന്ത് ചെയ്യുന്നില്ല, കരുണ മുറിയുന്നില്ല. റഹ്മത്തു തസീലു, കരുണ ഒഴുകുന്നു. റഹ്മത്തുൻ വഹ്തിറാമും ബൈനൽ അജിയാലി, കരുണയും അതുപോലെ റെസ്പെക്റ്റും ബൈനൽ അജിയാലി, നമ്മുടെ തലമുറകൾക്കിടയിലുള്ള റെസ്പെക്റ്റും ഒക്കെയാണ് ഇത് കാണിക്കുന്നത് പറയുന്നുണ്ട്. അൽ ഇൻസാനിയത്തു ലാ തക്ബറു വലാ തസ്ഗറു, മനുഷ്യത്വം ചെറുതാവുന്നില്ല വലുതാവുന്നുമില്ല. ഓക്കെ, അല്ല അത്ഫു ജിസ്റും ബൈനൽ കുലൂബി, തമ്മിലുള്ള ഒരു അനുകമ്പ, ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു പാലമാണ്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അടിക്കുറിപ്പുകൾ ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽപ്പെട്ട നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഇതിൽ അവസാനമായിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ പറയുന്നത് നമ്മുടെ വീട് പൊളിഞ്ഞു അല്ല, ബാസിമിൻ്റെ വീട് ആകെ മഴവെള്ളത്തിൽ തകർന്നു. അതിനു വേണ്ടി നമ്മളൊരു സഹായ ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ അതൊന്ന് പൂരിപ്പിക്കാൻ നമ്മൾ ചെയ്തതാണ്. ഇൻഹദമ ബൈത്തു ബാസിമിൻ്റെ വീട് പൊളിഞ്ഞു, കാമിലൻ പൂർണ്ണമായിട്ട്, ഫിൽ ഫൈലാനാത്തി ഫ്ലഡിൽ, യുവസിയുൽ മജ്ലിസുൽ ഖറവിയ അൽ മുസാഅത്തുൽ മാലിയ, മജ്ലിസുൽ ഖറവിയ ഏതാ പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു, അവർക്കൊരു സാമ്പത്തിക സഹായം നൽകുന്നു. ലിതർമീമിൽ ബുയൂത്തി സാഇദുഹു അല താബിയത്തിൽ ഇസ്തിമാരി ഇലക്ട്രിക് അതുപോലെ ഇമെയിൽ അല്ലേ, ഈ ഇമെയിൽ പൂർത്തിയാക്കാൻ നമ്മൾ അവനെ ഒന്ന് സഹായിക്കാം. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, ഉംറ് വയസ്സ്, ഉൻവാൻ അഡ്രസ്സ്, റഖും ബിതാഖത്തുൽ ഹുവിയ ആധാർ നമ്പർ, റഖുമുൽ ഹാത്തിഫ് മൊബൈൽ നമ്പർ, റഖുമുൽ ബൈത്ത് വീട് നമ്പർ, ഹാലത്തുൽ ബൈത്ത് വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, മുദമ്മിർ കാമിൽ പൂർണ്ണമായി തകർന്നത്, മുദമ്മിർ ജുസിയൻ ഭാഗികമായി തകർന്നത്, ഏതെങ്കിലും ഒന്നാണ് ടിക്കിട, തൗക്കിയുൽ മുഖദ്ദിം ആരാണോ അപേക്ഷകൻ അവൻ്റെ ഒപ്പ്, അൽ മക്കാൻ സ്ഥലം, താരീഖ്, ഡേറ്റ്. അത് നമ്മൾ അടുത്തൊരു പേജിൽ അതിൻ്റെ ഉത്തരം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇസ്മ ബാസിം, ഉംറ് 50 50 വയസ്സ്, ഉൻവാൻ ബൈത്തുന്നൂർ
എന്താണ് ജുസാൽ മല വയനാട് അല്ല ചൂരാൽ മല വയനാട് ഒക്കെ റക്കുമ് ബിതാഖത്തുൽ ഹുവിയ നമ്മളൊരു നമ്പർ അവിടെ എന്ത് ചെയ്യുക, ആധാർ നമ്പർ എഴുതുക. അടുത്ത റക്കുമുൽ ഹാത്തിഫ് ഒരു 10 നമ്പറുള്ള ഒരു മൊബൈൽ നമ്പർ എഴുതുക. റക്കുമുൽ ബൈത്ത് വീട് നമ്പർ എഴുതുക. ഹാലത്തുൽ ബൈത്ത് വീട് പൂർണ്ണമായി തകർന്നതാണ് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞു. അപ്പോൾ മുദമ്മിർ കാമിൽ മക്കാന് ചൂരൽ മല ഡേറ്റ് എഴുതുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആ ഇതിൽ പൂരിപ്പിക്കേണ്ടുള്ള സംഗതികൾ. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക, ചിലപ്പോൾ വരാവുന്നതാണ്. ഓക്കെ.